പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ രാവിലെ കാലം നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 31 മുതലുള്ള വാക്യത്തെ ആസ്പദമാക്കിയാണ്. 37-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ സകലവും നന്നായി ചെയ്തു എന്ന്. ഹല്ലേലൂയ. 31 മുതലുള്ള വാക്യത്തിൽ അവൻ വീണ്ടും സോറിന്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദെക്കപ്പൊലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവന്റെ നാവിനെ തൊട്ടു, സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫഥാ എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു നാവിൻ്റെ കെട്ടുമഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ച് ഇതാരോടും പറയരുത് എന്ന് അവനോട് കൽപ്പിച്ചു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. അവൻ സകലവും നന്നായി ചെയ്തു. ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. പ്രിയരേ മക്കളെ, നോക്കൂ, ഇവിടെ വിക്കനായ ഒരു ചെകിടനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതായത് അവൻ്റെ മേൽ കൈവയ്ക്കണമെന്ന് പറഞ്ഞാണ് ഹല്ലേലൂയ അവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. കൊണ്ടുവന്നവർ പറഞ്ഞു അവൻ്റെ മേൽ കൈവയ്ക്കുവാൻ. പക്ഷെ യേശു ചെയ്തത് എന്താണ്? ഹല്ലേലൂയ. നോക്കൂ, പുരുഷാരത്തിൻ്റെ അടുക്കൽ നിന്നവനെ വേറിട്ട് കൊണ്ടുപോയി. ഹല്ലേലൂയ. എല്ലാവരുടെ അടുക്കൽ വെച്ച് ചെയ്യുവാൻ സാധിക്കുകയില്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും എല്ലാവരും കേൾക്കെ പറയുവാനും പറ്റുകയില്ല. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, അവനെ വേറിട്ട് കൊണ്ടുപോയി. എന്നിട്ട് എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. അവന്റെ ചെവിയിൽ വിരലിട്ടു. ഹല്ലേലൂയ. അതായത് വിരലിട്ടു എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആദ്യത്തെ ശബ്ദം യേശുവിൻ്റെതായിരിക്കണം. അതുകൊണ്ടാണ് യേശു ഹല്ലേലൂയ അവനെ വേറിട്ട് കൊണ്ടുപോയി. എൻ്റെ ശബ്ദം വേണമോ അവൻ ആദ്യമായിട്ട് കേൾക്കുവാൻ? അവനെ വേറിട്ട് കൊണ്ടുപോയപ്പോൾ ഹല്ലേലൂയ അവന്റെ ചെവിയിൽ വിരലിട്ടു. ആദ്യമേ തന്നെ പറയുന്നുണ്ട്, യേശു തുപ്പലെന്ന് പറയുന്നതാ നിന്നയുടെ അനുഭവമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയപ്പോൾ ഹല്ലേലൂയ അവിടെ എല്ലാവരും തുപ്പി, ഹല്ലേലൂയ കാർക്കിച്ചു തുപ്പി എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുവാൻ, അതായത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അത് നിന്നയുടെ അനുഭവമാണ്. ഹല്ലേലൂയ. യേശുപ്പച്ചൻ ഇവിടെ എന്താണ്? ഹല്ലേലൂയ. നോക്കൂ, ഹല്ലേലൂയ ആ തുപ്പിയിട്ടാണ് ഹല്ലേലൂയ അവൻ്റെ നാവിനെ തൊട്ടു എന്ന് പറയുന്നുണ്ട്. അവൻ്റെ നാവിനെ തൊട്ടു. നാവിൻ്റെ കെട്ടഴിഞ്ഞു. ദൈവത്തെ സ്തുതിക്കുവാനാണ്, പ്രാർത്ഥിക്കുവാനാണ്, മറ്റുള്ളവരെ താങ്ങുവാനാണ്, വാക്കുകൊണ്ട് താങ്ങുവാൻ കഴിയുവാനാണ്. ഹല്ലേലൂയ. നോക്കൂ, വേറിട്ട് കൊണ്ടുപോയി യേശുപ്പൻ. ഹല്ലേലൂയ. എല്ലാവരുടെയും അടുക്കൽ വെച്ചെല്ലാം ചെയ്യുവാൻ സാധിക്കില്ല. പലപ്പോഴും പലരും പറയും ഹല്ലേലൂയ നോക്കൂ അവൻ അതിൻ്റെ നാവിനെ തൊട്ടത് എന്തു വെച്ചാ? തുപ്പല് കൊണ്ടൊക്കെ തൊട്ടേ. ഹല്ലേലൂയ. ചെവി കൈയൊക്കെ ഇട്ടാ ചെയ്യുന്നേ നോക്കെന്നൊക്കെ പറഞ്ഞ പല നിന്ദകള് ആ സമയത്ത് അവിടെയൊക്കെ കേൾക്കാൻ സാധിച്ചേനെ. അല്ലെങ്കിൽ പലരും പറഞ്ഞേനെ. നോക്കൂ, വേറിട്ട് കൊണ്ടുപോയി അവൻ്റെ ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ അപ്പച്ചൻ ചെയ്യേണ്ടുന്നത് ഹല്ലേലൂയ എവിടെ ചെയ്യണമെന്നുള്ളത് അപ്പൻ അറിയാം. പ്രിയ മക്കളെ, പുരുഷാരങ്ങൾ എന്തും പറയട്ടെ, നമ്മെ അറിയുന്ന നല്ലൊരു പിതാവാ നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മെ വേറിട്ട് മറ്റുള്ളവരുടെ മധ്യത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യാറുണ്ട്. നമ്മെ മാറ്റി നിർത്തുന്ന അനുഭവമായിരിക്കുമ്പോൾ യേശുപ്പൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, യേശുപ്പൻ അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു, സ്വർഗത്തേക്ക് നോക്കി, അതായത് യേശുവിലേക്ക് നോക്കി ഹല്ലേലൂയ നെടുവീർപ്പിട്ടിട്ട് അവനോട് പറയാ, അതായത്
അതായത് ഒരു സ്വർഗവുമായിട്ടൊരു ബന്ധം വേണം. നമ്മുടെ ബന്ധം സ്വർഗവുമായിട്ട് യേശുവപ്പനുമായിട്ടാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ വേദനയിൽ യേശുവപ്പൻ പങ്കുചേർന്നു. നമ്മുടെ വേദനയിൽ പങ്കുചേരുന്നവനാ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആ നെടുവീർപ്പിട്ടു. ഹല്ലേലൂയ. നമ്മുടെ കർത്താപ്പച്ചനും ഹല്ലേലൂയ നെടുവീർപ്പിടുന്ന അനുഭവം. ഹല്ലേലൂയ. വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നെടുവീർപ്പിടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, നെടുവീർപ്പിട്ടിട്ട് ഹല്ലേലൂയ ഇവിടെ പറയുന്ന എന്താ? സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നൊരു വാക്ക്. ഹല്ലേലൂയ. ആ ഒരു കൽപ്പനയാ. നോക്കൂ, ഹല്ലേലൂയ, തുറന്നു വരിക എന്നൊരു കൽപ്പന, ഒരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഹല്ലേലൂയ യേശുവപ്പച്ച അത് മതി. പ്രിയ മക്കളെ, ഒരു വാക്ക് മതി നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതല. ഹല്ലേലൂയ. നോക്കൂ, ലാസറിന്റെ കല്ലറയിൽ, അതായത് 4-ാമത്തെ ദിവസമായി യേശുവപ്പൻ ചെന്നത്. ലാസറേ, നീ പുറത്തു വരിക. ഹല്ലേലൂയ. ആ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നൊക്കെ കർത്താപ്പച്ചൻ അല്ലെങ്കിൽ എത്ര പെട്ടെന്നാ പ്രിയ മക്കളെ. ഹല്ലേലൂയ. അതായത് മരിച്ചു നാറ്റം വെച്ചതാ, ഇനി ഒരിക്കലും ജീവിക്കില്ല, നിനക്കൊരു ഗുണവുമില്ല, നിന്റെ മക്കളിലൂടെ നിനക്കൊന്നും സാധിക്കില്ലെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മെ പലരുടെ മധ്യത്തിൽ നിന്ന് ഹല്ലേലൂയ നമ്മളെ നിന്ദിച്ച് പഴിച്ച് മാറ്റി നിർത്തിയ ആ സന്ദർഭം ഹല്ലേലൂയ പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ ഒരു വാക്ക് മതി. യഫദ, തുറന്നു വരിക എന്നൊരു ഹല്ലേലൂയ വാക്ക് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അപ്പച്ചന്റെ ഹല്ലേലൂയ അത്ഭുത പ്രവൃത്തി അവിടെ കാണുവാൻ ഇടയായി തീർന്നു. നോക്കൂ, എന്നിട്ട് പറഞ്ഞ് അവന്റെ ഹല്ലേലൂയ ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടുമഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഹല്ലേലൂയ. നോക്കി 6 കാര്യങ്ങൾ ഹല്ലേലൂയ നമുക്കെല്ലാം അസാധ്യമായി തോന്നും. ഹല്ലേലൂയ. യഫദ എന്നൊരു കൽപ്പന, ചെവി തുറന്ന് നാവിന്റെ കെട്ടിനെ അഴിച്ച് ശരിയായി സംസാരിച്ചു. നമ്മുടെ അപ്പച്ച സകലവും നന്നായി ചെയ്യുന്ന കർത്താപ്പച്ചനാ. സകലവും നന്നായി ചെയ്യുന്നു. നമ്മളാ പറയുന്നത് ഓ അവനെ കൊണ്ടൊന്നും സാധ്യമാകുകയില്ല. നോക്കൂ, സകലത്തും ഹല്ലേലൂയ സാധ്യമാക്കി തരുന്ന പിതാവിനെ നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ പ്രിയ മക്കളെ? നമ്മൾ ആ വാക്കൊന്ന് അനുസരിച്ചാൽ മതി. അപ്പൻ പറയുന്ന വാക്ക് ഹല്ലേലൂയ അവിടേക്കൊന്ന് വലയിറക്ക, ആ ആഴത്തിലേക്കൊന്ന് വലയിറക്ക. നീ നാളുകളായിട്ട് ഇവിടെ തന്നെയല്ലേ പോകുന്നത്, നാളുകളായിട്ട് ഈ കടലിൽ തന്നെയല്ലേ മീൻ പിടിക്കുന്നത്, നിനക്ക് എന്ത് കിട്ടിയില്ല, ഇന്നും നീ ഇവിടെ തന്നെയല്ലേ മീൻ പിടിച്ചത്, പക്ഷേ ഈ ആഴത്തിലേക്ക് ഇവിടേക്കൊന്ന് വലയിറക്കുക. ഹല്ലേലൂയ. നിന്നെ നിറയ്ക്കുവാൻ ദൈവശക്തനാണ്. അപ്പന്റെ വാക്ക് കേൾക്കുവാൻ ഇന്ന് ഈ വചനം കേൾക്കുന്ന ജീവിതമേ, നിങ്ങൾ താല്പര്യത്തോടെ ആയിരിക്കുന്നു കർത്താവിന്റെ വാക്ക് കേൾക്കുവാൻ, യേശുപ്പൻ പറയുന്നു അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഇന്നാർക്കും അനുസരിക്കുവാൻ കഴിയത്തില്ല, വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാൻ കഴിയത്തില്ല, ഉടനടി മറുപടി വേണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശുപ്പൻ ഒരു നിമിഷം മതി നമ്മെ അങ്ങേയറ്റം വരെ ഹല്ലേലൂയ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. സഹിപ്പാൻ കഴിയാതെ വണ്ണം കർത്താപ്പച്ചൻ നമ്മെ കൈവിടുകയില്ല. സഹിക്കേണ്ടെന്നതിന്റെ അത്തപ്പുറം വരെ നമ്മളെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ പിന്നെ നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വന്ന് നമ്മെ ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ വേണ്ടുന്നിടത്തോളം തരുവാൻ ശക്തനായ പിതാവാ നമുക്കുള്ളത്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നോ? നിങ്ങളുടെ സഹോദരങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നോ? ഏത് വിഷയവുമാവട്ടെ ഹല്ലേലൂയ, നാളുകളായിട്ട് രോഗത്താൽ ഭാരപ്പെട്ടായിരിക്കുന്നു ഹല്ലേലൂയ, യേശുപ്പൻ ഒരു നിമിഷം മതി. ഹല്ലേലൂയ. നോക്കൂ, യഫദ എന്ന് വാക്ക് പറഞ്ഞപ്പോൾ അവന്റെ ചെവി തുറന്ന് നാവിന്റെ കെട്ടൊക്കെ പൊട്ടി. ഹല്ലേലൂയ. ഈ ദിവസത്തെ പ്രിയ മക്കളെ, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം തരുന്ന അപ്പൻ. ഹല്ലേലൂയ. അവസ്ഥകൾക്ക് മാറ്റം തരുന്ന അപ്പനാ. വ്യവസ്ഥ തെറ്റിക്കാതെ ഹല്ലേലൂയ യേശുപ്പൻ പറയുന്നത് അനുസരിച്ച് അതേപടി ചെയ്യുകയാണെങ്കിൽ ദൈവപ്രവൃത്തി ജീവിതത്തിൽ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. കർത്താവേ, എൻ്റെ മേൽ അത്ഭുതം ചെയ്യണമേ. കർത്താവേ, എൻ്റെ വിഷയം ഇതാണ്. കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധി സമ്പൂർണമായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് നോക്ക്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഏതൊക്കെ വിഷയമുണ്ടോ, നമ്മുടെ വേദന കാണുന്ന അപ്പനാ നമ്മോട് കൂടെ ഉള്ളത്. നമ്മെ കൈവിടുന്ന അപ്പനല്ല, നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താപ്പച്ചൻ നമ്മുടെ അടുക്കൽ
ഞങ്ങളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് വിഷയം ഹല്ലേലൂയ വചനം കേൾക്കുന്ന പ്രിയരെ, കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ. കർത്താവെ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അപ്പ എന്റെ വിഷയം ഇതാണ്. ദൈവമേ, ഞാൻ എന്നെ ഏൽപ്പിക്കുവാൻ, അങ്ങയുടെ കരത്തിലേക്ക് എന്നെ സമർപ്പിക്കുവാണെന്ന് പറഞ്ഞ് നമുക്ക് താഴാം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, എന്ന് വചനം കേൾക്കുന്ന ഹല്ലേലൂയ ഏതെല്ലാം മക്കൾ ഭാരത്തോടെ പ്രയാസത്തോടെ അപ്പന്റെ പാദപീഠത്തിൽ കടന്നു വരുന്നു, അവരുടെ വിഷയത്തിന്മേൽ ദൈവിക അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ. അപ്പന്റെ പ്രവൃത്തി അവരൊന്ന് മനസ്സിലാക്കുവാൻ, അടുത്ത ദിവസങ്ങളിൽ അങ്ങയുടെ സാക്ഷ്യം പറയുവാൻ, എൻ്റെ കർത്താവ് എനിക്ക് വലിയവ ചെയ്തു എന്ന് പറയുവാൻ ഇടയാക്കണം. കർത്താവെ, കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ അപ്പൻ അത്ഭുതങ്ങളുടെ അപ്പനാ. നമുക്ക് വിശ്വാസത്തോടെ മുന്നേറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.